ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ലോക്ക് എറ്റീവ് അല്ലെങ്കിൽ ലേക്ക് എറ്റീവ്. അപ്പം നമ്മൾ ഗ്ലെൻഗോയിലൂടെ വന്നിട്ട് ഗ്ലെൻ എറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു റോഡുണ്ട്. വളരെ നാരോ ആയിട്ടുള്ള സിംഗിൾ ട്രാക്ക് റോഡാണ്. അതിലെ നമ്മൾ വാഹനം ഒഴിച്ച് ഒരു 1.25 മണിക്കൂറോളം വരണം. കാരണം ഒത്തിരി സ്ഥലത്ത് പാസിംഗ് പ്ലേസസ് ഉണ്ട്. അവിടെ നിർത്തി നമ്മൾ മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അവിടെ വാഹനം ഇട്ടിട്ട് നമുക്ക് ഈ ലേക്കിൻ്റെ വ്യൂ ഒക്കെ കാണാം. അപ്പം ഇവിടെ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിനിമയിൽ ജാഫ്രിക്ക പറഞ്ഞ കണക്ക് ഇച്ചിരി വിഷമിക്കും, ഇത് കര വേറെയാ മോനെ. UK ഇത്രയും മനോഹരമായ ഒരു സ്ഥലം വേറെ ഒരു രാജ്യത്ത് നമുക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, സ്കോട്ട്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പം അതിൻ്റെ ഒരു എസൻസ് എന്താണെന്ന് അറിയണമെങ്കിൽ, അനുഭവിച്ചറിയണമെങ്കിൽ ഇവിടെ വന്നിരിക്കണം. കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യായിരുന്നു. 2 വർഷം മുന്നേ ഗ്ലെൻഗോയും ഗ്ലെനെറ്റീവിലും ഒക്കെ വന്നായിരുന്നു. പക്ഷേ ഇത്രയ്ക്കും ഉള്ളിലേക്ക് വന്ന് ലോക്കറ്റീവ് ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. ഞാൻ സ്കൈഫോളിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ അടുത്ത് വരെയൊക്കെ എത്തിയുള്ളായിരുന്നു. അന്ന് നല്ല മഴയൊക്കെ കാരണം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഞങ്ങൾ തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും സമ്മർ ടൈമിൽ വന്ന് സ്കൈഫോളിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാണണമായിരുന്നു, ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമായിരുന്നു. അതുപോലെ ലോക്ക് എറ്റീവ് എന്ന് പറയുന്ന സംഭവം ഒന്ന് കാണണമായിരുന്നു. ഞാൻ തന്നെയാണ് വന്നത്. 2-3 പ്രാവശ്യം ഞാനൊരു ജേർണി പ്ലാൻ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തതാണ്. കാരണം വെതർ ഫോർകാസ്റ്റ് ഇച്ചിരി ബാഡായിരുന്നു. പക്ഷേ ഈ ആഴ്ച മുഴുവൻ നല്ല സമ്മറാണ്. അതുകൊണ്ട് ഇന്ന് വന്നേക്കാമെന്ന് വെച്ചു. അപ്പം നിങ്ങളെ ഞാൻ ലോക്ക് എറ്റീവും അതുപോലെ തന്നെ ലോക്കറ്റീവിൻ്റെ ആ ഒരു സറൗണ്ടിങ് ഏരിയയും പാർക്കിംഗ് സ്പേസും ഒക്കെ കാണിക്കാം. ഹെലികോപ്റ്റർ നന്നായിട്ട് റെയ്ഡിന് വന്നിട്ടുണ്ട്. പോലീസ് ഹെലികോപ്റ്റർ ഇവിടെയൊക്കെ ഉണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആക്സിഡൻറ്റുകൾ സംഭവിക്കാറുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ട്. ഒരുപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കുറേ പേര് മരിക്കുകയല്ല. ഈ ഗ്ലെൻഗോയിൽ ഒത്തിരി ഹൈക്കിങ്ങും അതുപോലെ ട്രക്കിങ് അങ്ങനത്തെ ഒരുപാട് അഡ്വഞ്ചറസ് പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ഗ്ലെൻഗോ. അതുപോലെ തന്നെ ഗ്ലെനെറ്റീവിലൊക്കെ ഡീപ്പ് ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ പോയിട്ട് ചിലപ്പം ഫെയിൻ്റായിട്ട് ഒക്കെ മരിച്ചു വീഴാറുണ്ട്. അതുപോലെ എന്തെങ്കിലും ആക്സിഡൻറ്റുകളിൽ പറ്റുക. പിന്നെ സ്വിമ്മിങ് ഒക്കെ ഇവിടുത്തെ ഈ ലേക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ നാട്ടിലൊക്കെ പറയത്തില്ലേ, ഈ ചുഴിക്കകത്ത് പോകുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതുപോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നമ്മൾ അഡ്വഞ്ചറസ് ട്രിപ്പൊക്കെ എടുക്കുന്നവർ പണി അറിയാമെങ്കിൽ ഇതിനൊക്കെ എടുത്ത് ചാടാവുള്ളൂ. അതായത് ഈ വെള്ളത്തിൽ ചാടുകയും ഈ മറ്റേ മൗണ്ടൻ്റെ മേളിൽ പോകുന്നതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ന്യൂസ് പേപ്പർ നോക്കിക്കൊള്ളുക, ഗ്ലെൻഗോയിലും അതുപോലെ സ്കോട്ട്ലൻഡിൻ്റെ ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഡീപ്പ് ലേക്കുള്ള സ്ഥലങ്ങളിലൊക്കെ മരണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. നമ്മുടെ ഏഷ്യൻസും അല്ലെങ്കിൽ ഇന്ത്യൻസൊക്കെ ഇവിടെ മരിച്ചിട്ടുണ്ട്. പലരും ആ ഒരു അഡ്വഞ്ചറസ് ജേർണി നടത്തി അതിനെപ്പറ്റി ധാരണയില്ലാണ്ട് പോയി അബദ്ധത്തിൽ പോയി ചാടുന്നതാണ്, അല്ലെങ്കിൽ പണി ഇരന്ന് മേടിക്കുന്നതെന്ന് പറയത്തില്ലേ, അങ്ങനെ പോയിട്ടാണ് കൂടുതൽ സംഭവിക്കുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ വന്നിട്ട് നമ്മൾ ഒന്ന് കൊളാപ്സായി ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കുക. അപ്പം എല്ലാം നന്നായിട്ട് പ്ലാൻ ചെയ്ത് നല്ല വെതർ ഫോർകാസ്റ്റ് ഒക്കെ നോക്കി അങ്ങനെ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലെത്താം. നിങ്ങൾക്ക് കാണാം, ആൾക്കാരൊക്കെ ക്യാമ്പിങ്ങിനുള്ള ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുന്നത്, തീർത്തും വ്യത്യസ്തമായ ഒരു ലേക്കാണ് കേട്ടോ. അവിടുന്ന് കണ്ടോ, അവിടുന്ന് വെള്ളം ഒലിച്ച് വന്നിട്ട് ഈ ലേക്കിലോട്ട് വന്ന് ഒഴുകി ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളൊക്കെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. ഈ സ്ഥലങ്ങൾക്കൊക്കെ ഓരോ സീസണിലും ഓരോ അപ്പിയറൻസ് ആയിരിക്കും. ഇതിപ്പോൾ സമ്മറിൽ, ഞാൻ ആദ്യമായിട്ടാണ് സമ്മറിൽ ഗ്ലെൻഗോയും ഗ്ലെനെറ്റീവും ഒക്കെ വരുന്നത്. ഞാൻ 2 പ്രാവശ്യം വന്നതൊക്കെ ഓട്ടം സീസണിലും അല്ലെങ്കിൽ നമ്മുടെ ഈസ്റ്ററിൻ്റെ ഒക്കെ ആ ടൈമിൽ അപ്പോഴൊക്കെയാണ് വന്നത്. അപ്പോൾ ഈ വാലിക്കൊക്കെ ഒരു നല്ല ബ്രൗൺ അല്ലെങ്കിൽ ഒരു കോഫി അപ്പിയറൻസ് ആയിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം സമ്മർ സീസണിൽ വന്നുകൊണ്ട് നമുക്കിവിടെ ഒരു പച്ചപ്പ് കാണാൻ പറ്റി. അതുപോലെ ഇത് ഫോഗി മിസ്റ്റി ആവുമേ. അപ്പം രാവിലെയൊക്കെ നല്ല ഫോഗി മിസ്റ്റി ആയിട്ടാണ് ഈ ഏരിയ ഒക്കെ കിടക്കുന്നത്. അപ്പം നമുക്ക് ഒരു സ്കോട്ട്ലൻഡിൻ്റെ മിസ്റ്റിക് ബ്യൂട്ടി എന്ന് പറയത്തില്ല, ആ ഒരു എഫക്റ്റ് കാണണമെങ്കിൽ രാവിലെയൊക്കെ വന്നാൽ ശരിക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയൊക്കെ ചിലപ്പം ഫോഗി അപ്പിയറൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹൈലാൻഡിലെ വെതർ എപ്പോഴും ഒരു അൺപ്രഡിക്റ്റബിൾ വെതറായിരിക്കും. ചിലപ്പോൾ ഇത് പെട്ടെന്ന് മാറി ആകെപ്പാടെ മഴ പെയ്ത് ഒരു അപ്പിയറൻസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം എപ്പോഴും ഇതിൻ്റെ വെതർ ഫോർകാസ്റ്റ് നോക്കിയിട്ട് ഇവിടെ ഒക്കെ വരാവുള്ളൂ. അല്ലെങ്കിൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ കുടയും ബാക്കി പ്രൊട്ടക്റ്റീവ് ഗിയേഴ്സും ഒക്കെ എടുക്കുക. അങ്ങനെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാവുന്നതാണ്. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ ഈ പാർക്കിങ്ങിൻ്റെ, ഈ ലേക്കിൻ്റെ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് മാറി വേറൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അത് ഇന്ത്യൻസ് ആണെന്നുള്ളത്. അവിടെ റോഡിൻ്റെ സൈഡിൽ ചെറിയ പാസിംഗ് പ്ലേസസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയ സ്ഥലങ്ങളുണ്ട്. ഏഷ്യൻസ് ഗ്യാങ്ങായിട്ട് വന്നേക്കുവാണ്. 2 കാറുകൾ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് വളരെ ഒച്ചത്തിൽ അവർ ഒരു റീജിയണൽ ലാംഗ്വേജിലെ സോങ് ഇട്ടിട്ട് അവർ ഒരു 10 പേര് ഗ്രൂപ്പായിട്ട് അവിടെ കിടന്ന് ആ പാസിംഗ് പ്ലേസസിലും അവിടെയുള്ള അതുപോലെ ആ ചെറിയ സ്ഥലങ്ങളിലും കിടന്ന് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൂടെ ഒരുപാട് നമ്മുടെ എന്താ പറയുന്നത്
റിക്കവറി വെഹിക്കിൾസ് ഒക്കെ പോകാറുണ്ട്. അല്ലെങ്കിൽ തന്നെ ആൾക്കാർക്ക് ശരിക്കും ഇതൊരു നാരോ റോഡാണ്, നമുക്ക് കഷ്ടിച്ച് ഒരാൾക്ക് പാസ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ ആളുകൾ പച്ചയ്ക്ക് കിടന്ന് റീലെടുക്കുകയാണ്. അവിടെ ഒരുപാട് ആളുകൾ വന്ന് അവിടെ ഇവിടെയൊക്കെ വണ്ടി ഇട്ടിട്ടൊക്കെ നിൽപ്പുണ്ട്. അവരൊക്കെ ശരിക്കും വളരെ സ്ട്രെയിഞ്ചായിട്ട് നോക്കുകയാണ്. അപ്പം ഈ വീഡിയോയിൽ ഞാനിത് പറയാൻ കാരണം എന്നറിയോ, നമ്മുടെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും പ്രവർത്തനം കൊണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു സ്ഥലത്ത് നമുക്ക് പോയി എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കാത്തൊരവസ്ഥയിലാണ്. നമ്മൾ ഒരു സ്ഥലമൊക്കെ കാണാൻ വരുമ്പം ശരിക്കും എന്തിനാണല്ലോ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നത്. ഡാൻസ് നമുക്ക് സ്റ്റേജിൽ കളിക്കുകയോ അല്ലെങ്കിൽ വീട്ടിൽ കിടന്നൊക്കെ ഡാൻസ് കളിക്കാം. പബ്ലിക് പ്ലേസിൽ നമ്മൾ ഡാൻസ് കളിക്കുന്നത് തീർത്തും അരോചകമാണ്. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ശരിക്കും ഒരു പബ്ലിക് ന്യൂസൻസ് ആയിട്ടാണ് എനിക്ക് അവിടെ വെച്ച് തോന്നിയത്. കാരണം ഒരുപാട് വാനിൽ വന്ന സ്കോട്ടിഷ് റെസിഡൻസ് പാർക്കിംഗ് ബേയിൽ നിന്നിട്ട് അവർ ശരിക്കും അവർ അതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അവിടെ വണ്ടി ഇട്ടിട്ട് ഇവർ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ശരിക്കും നാണക്കേടായിപ്പോയി. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ എന്നെ ഒരു ഏഷ്യനായിട്ട് കാണുമ്പം തീർക്കും ഇവന് അടുത്ത ഡാൻസ് കളിക്കാൻ വന്നേക്കുവാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സീനും കൂടെ ഇവിടെ കാണാനിടയായി. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയ അങ്ങനെ ഓളമൊന്നും പറയാനില്ല, ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആ വാലിയുടെ ഭംഗി അതാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇങ്ങോട്ട് മാറി ഒരു ചെറിയ ഫോറസ്റ്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് എറ്റീവ് ഫോറസ്റ്റ്. അതുപോലെ ഉള്ളിലൊക്കെ ഒത്തിരി പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്, വലിയ ബംഗ്ലോസും എസ്റ്റേറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒത്തിരി പൈസയുള്ള ആളുകൾക്ക് ഇവിടെ ഒത്തിരി ഇതുപോലത്തെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. സ്കോട്ട്ലൻഡ് ഒരു കാരണവശാലും മിസ് ചെയ്യല്ലോ കേട്ടോ. ഒത്തിരി ആൾക്കാർ സ്കോട്ട്ലൻഡ് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. ഇന്നലെ എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. എന്താണെന്നല്ലേ, എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു മലയാളി ബ്രോ, അദ്ദേഹം ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ അദ്ദേഹം സ്കോട്ട്ലൻഡ് വരാനായിട്ട് പ്ലാൻ ഇട്ടേക്കുമായിരുന്നു. പക്ഷേ അത് ഒരു വലിയ ഷെഡ്യൂൾഡായിട്ടുള്ളൊരു പ്ലാൻ അല്ലായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു സാറ്റർഡേ സൺഡേ ഉണ്ടോ, വീട്ടിലുണ്ടോ, ഞാൻ സ്കോട്ട്ലൻഡ് വരുവാണെങ്കിൽ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും കാണാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു, എൻ്റെ വർക്ക് പ്ലേസ് വീടിന് തൊട്ടടുത്താണ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് പോസ്റ്റ് കോഡ് കൊടുത്തിട്ട് പറഞ്ഞു അവിടെ വരുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി, ഞാൻ കഴിവതും നമുക്ക് നമ്മുടെ പാർക്കിങ്ങിലോ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ശനിയാഴ്ച വരുമെന്ന് പറഞ്ഞ് വന്നില്ല. അപ്പം ഞാൻ തിരിച്ച് വിളിക്കാൻ പോയില്ല, കാരണം മിക്കവാറും യാത്ര മാറ്റി വെച്ചു എന്ന് വിചാരിച്ചു. പക്ഷേ ഞായറാഴ്ച ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പം ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ടീ ബ്രേക്കിന് പോകാനായിട്ട് റെഡിയാവുമായിരുന്നു. അപ്പോഴത്തേക്കും കുറേ മിസ്ഡ് കോൾ വന്ന് കിടക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു ബ്രോ ഞാൻ താഴെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാ പറയുന്നത്, അതിനൊക്കെ ശരിക്കും നമുക്ക് ഒത്തിരി നാളത്തെ കൂട്ടുകെട്ടൊന്നും വേണ്ട. എന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം സ്കോട്ട്ലൻഡ് വന്നപ്പം ഇന്നലെ ഞങ്ങൾക്ക് അവിടെ ഗാലാഡയുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, പറഞ്ഞാൽ റോഡ് ക്ലോഷറും ചെറിയ ട്രാഫിക് ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് കൂടി അദ്ദേഹം എന്നെ വന്ന് കാണുകയും എനിക്കൊരു ഗിഫ്റ്റൊക്കെ തരികയൊക്കെ ചെയ്തു. അപ്പം ഗിഫ്റ്റ് ഒരു ബോട്ടിലാണ്, ഞാൻ വീട്ടിൽ പോയിട്ട് അടിച്ചോളാം, ഇവിടെ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അടിക്കാൻ പറ്റിയില്ല. അപ്പം അത്രയ്ക്ക് സന്തോഷകരമായിരുന്നു ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ എനിക്കിന്ന് ഡ്രൈവ് ചെയ്തപ്പോഴും എന്താ പറയുന്നത്, നമുക്കൊരു ഫീലിംഗ് തോന്നി. അപ്പം അങ്ങനെ ഒരു നല്ല ദിവസം കൂടിയായിരുന്നു ഈ 2 ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. അപ്പം നമ്മുടെ ലൈഫിലെ ഓരോ ചെറിയ സന്തോഷങ്ങളും നമ്മൾ അത് പങ്കുവയ്ക്കുകയും മനസ്സിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കൂട്ടുകെട്ടുകൾ കൊണ്ടുപോകാനുമായിട്ട് ശ്രമിക്കുക. സ്കോട്ട്ലൻഡിലെ സ്കൂളുകളൊക്കെ തുറന്ന് ഒരുവിധം ഓരോ കൗണ്ടികളിലും കുറച്ച് ദിവസങ്ങളിൽ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ താമസിക്കുന്നത് വെസ്റ്റ് ലോദിയൻ കൗണ്ടിയാണ്. ലോദിയനിൽ കഴിഞ്ഞ ബുധനാഴ്ച സ്കൂളൊക്കെ തുറന്നു. ഇംഗ്ലണ്ടിൽ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയാണ്. അതുപോലെ തന്നെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിലും നോർത്തേൺ അയർലൻഡിലും ഒക്കെ സ്കൂൾ തുറക്കുന്നത് ഈ മാസം അവസാനത്തോടു കൂടിയാണ്. അപ്പം ഇവിടുത്തെ സ്കൂളിങ്ങിൻ്റെ ഡേറ്റിനൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. സമ്മർ ഹോളിഡേയ്സ് ജൂൺ 25 ആരംഭിച്ച് ഓഗസ്റ്റ് 12-14 സ്കൂൾ തുറക്കും. അവിടെ കുറച്ചുകൂടെ നീണ്ടായിരിക്കും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കോട്ട്ലൻഡിലുണ്ട്. ലോക്കറ്റീവിൻ്റെ പാർക്കിങ് ഒരു 10-20 കാറുകളൊക്കെ ഇടാം. റോഡ് അവിടെ ഫിനിഷാണ് ഓൾമോസ്റ്റ്. എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ കൗൺസിലിലെ വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി മാത്രമായിരിക്കും അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നത്. ലോക്ക് എറ്റീവ് എത്തുന്നതിന് മുമ്പ് ഇവിടെ ഒരു പോണ്ടുണ്ട്, നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ഈ വാലി മുഴുവൻ ഇങ്ങനെയാണ് കേട്ടോ. ഒരുപാട് മൗണ്ടൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിണഞ്ഞ് കിടക്കുന്ന പോലെ കിടന്നിട്ട് നടുക്കൂടെ
ചെറിയ അരുവികളോ അല്ലെങ്കിൽ ചെറിയ നദികളോ ഉണ്ടാവും. നിങ്ങൾ ഈ കാണുന്നതാണ് ഗ്ലെനെറ്റീവിലെ സിംഗിൾ ട്രാക്ക് റോഡ്. ഇത് 2-3 വർഷം മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും കുറേ ഭാഗമൊക്കെ ഒത്തിരി മോശമായിട്ട് കിടക്കുമായിരുന്നു. നമുക്ക് വാഹനം ഓടിച്ചിട്ട് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ റോഡൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി ടാർ ചെയ്തിട്ടുണ്ട്. അപ്പം യാത്ര വലിയ കുഴപ്പമില്ലാതെ സുഖമായിട്ട് പോകാം. ഇവിടെ ഈ പാസിംഗ് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ പാസിംഗ് പ്ലേസ് എന്ന് പറയുന്നത്. ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് വാഹനം ഉപേക്ഷിച്ച് പോയി നിങ്ങൾ പരിപാടികൾക്കൊന്നും പോകില്ല, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവിടെ പാർക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് പാസിംഗ് പ്ലേസ് ആണ്. അപ്പം ഞാനും ഇദ്ദേഹവും കൂടിയാണ് ഇവിടെ ഇന്ന് എത്തിയത്. ഒരു കുഴപ്പമില്ലാതെ എത്തിച്ചു. നല്ല പുല്ല് പോലെ ഞാൻ എവിടെ വേണമെങ്കിലും കയറി പൊക്കോളും. എവൻസിസ് ഈ സെപ്റ്റംബർ ആകുമ്പം 10 വർഷം തികയ്ക്കുകയാണ്. 5 വർഷം പഴക്കമുള്ളപ്പോഴാണ് ഞാൻ വാങ്ങിയുള്ള പെർഫോമൻസും നല്ല സാറ്റിസ്ഫാക്ഷൻ തന്നൊരു വാഹനമാണ്. ടൊയോട്ട വെഹിക്കിളായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, വഴിയിലിട്ട് ഉപേക്ഷിച്ച് പോകത്തില്ല. അപ്പം പാർക്കിങ്ങിൽ നമുക്ക് വാഹനം ഇട്ടിട്ട് ഇതാണ് ഈ ലോക്ക് എറ്റിവിലേക്ക് പോകാനുള്ള വഴികൾ. എങ്ങനെ വേണമെങ്കിലും പോകാം.